റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഖുർആൻ എന്ന ഭാഗത്തിൽ സൂറത്തുൽ ബഖറയിലെ 270, 271 ആയത്തുകൾ പൂർണ്ണമായും ഓതാനാണ് പറയുന്നത്. അതിൽ മഖ്റജ് അനുസരിച്ച് ഓതിയിട്ടുണ്ടെങ്കിൽ 20 മാർക്കും, അഹ്കാം ഓരോ വിധികളും കറക്റ്റ് ആണെങ്കിൽ അതിന് 20 മാർക്കും, പിന്നെ ഹുസ്നു സൗത്ത് നല്ല ശബ്ദത്തിൽ, ശബ്ദം നല്ലതാണെങ്കിൽ നല്ല രൂപത്തിലാണ് ഓതിയതെങ്കിൽ അതിന് 5 മാർക്കും, പിന്നെ തുടക്കവും അവസാനവും ഇബ്തിദാ, വഖഫ് ഇതെല്ലാം നല്ല രൂപത്തിലാണെങ്കിൽ 5 മാർക്കുമാണ്. ഇനി അടുത്തത് ഹിഫ്ള് എന്ന ഭാഗത്ത് നിന്നും ചോദിച്ചത് സൂറത്തുൽ യാസീനിലെ 9, 10, 11 ആയത്തുകൾ പൂർണ്ണമായും ഓദിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഈ സൂറത്തുൽ യാസീനെ നമുക്ക് സിലബസ് പ്രകാരം ഇപ്പോൾ എടുത്തത് വരെ നല്ല രൂപത്തിൽ ഓതി കാണാതെ പഠിക്കുക. ഏത് ഭാഗത്തു നിന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഖുനൂത്ത് തുടക്കം മുതൽ വലാ യുഖ്ളാ അലൈക് അതുവരെയാണ് ചോദിച്ചത്. അപ്പൊ ഖുനൂത്തും അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ അതുമായി ബന്ധപ്പെട്ട നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകള്, പിന്നെ ബാങ്കിന്റെ ശേഷമുള്ള ദുആകള്, നിസ്കാരത്തിന് ശേഷമുള്ള ദുആകള് ഇതെല്ലാം പഠിച്ചതാണെങ്കിൽ, ഇതൊക്കെ മുന്നേ ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ഭാഗത്തിലൂടെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ ഒരു ഭാഗത്ത് 20 മാർക്കിനാണ് ചോദ്യം വരാൻ സാധ്യത. അപ്പൊ എല്ലാം നല്ല രൂപത്തിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.